സ്വന്തം അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് ഒരു യാത്ര ചെയ്യുക. അവൻ ഒരു വലിയ തിരുനാളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ആ തിരുനാളിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങളും ഒരുപാട് സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലായി. അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്ക് കളിപ്പാട്ടം വേണം. ആനയെ കണ്ടപ്പോൾ അവന് സന്തോഷമായി. അപ്പാ എനിക്ക് ആനയെ ഒന്ന് തൊടണം. അവനിങ്ങനെ സന്തോഷത്തിൽ മതിമറന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ തിക്കും തിരക്കുമായി. അപ്പന്റെ കരം ആ കുഞ്ഞിന്റെ കരത്തിൽ നിന്ന് വിട്ടുപോയി. കരം വിട്ടുപോയി. കുഞ്ഞു കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. വാ വിട്ട് കരയാൻ തുടങ്ങി. ചങ്ക പൊട്ടി നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടെ കുറച്ചുപേര് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ ദേ ആന നിൽക്കുന്നു. അവനെന്ത് ചെയ്യും? ആനയെ കണ്ടോണ്ട് കരയാതിരിക്കുമോ? അവനെന്ത് പറയും? എനിക്ക് എൻ്റെ അപ്പനെ കാണണം. അത് കഴിഞ്ഞ് പല കളിപ്പാട്ടങ്ങളും കാണിച്ചു കൊടുത്തു. അവന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്താ പറഞ്ഞ അവൻ? എനിക്ക് എൻ്റെ അപ്പനെ കാണണം. വേറൊന്നും പറയുമോ? എന്ത് കൊടുത്താലും അവൻ തൃപ്തനാകുമോ? അവൻ എന്ത് പറയും? എനിക്ക് എൻ്റെ അപ്പനെ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്ത് കിട്ടിയാലും എന്ത് സന്തോഷം കിട്ടിയാലും യഥാർത്ഥ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ആര് വേണം? ഈശോയുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സന്തോഷത്തില് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കണ്ടോ, അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ അവന് ആനയെ കണ്ടതും കളിപ്പാട്ടം കണ്ടതും എല്ലാം അവൻ എന്തായിരുന്നു? അവന് സന്തോഷമായിരുന്നു. പക്ഷേ അപ്പന്റെ കരം വിട്ടുപോയപ്പോൾ ഈ സന്തോഷം പകർന്നതെല്ലാം അവന് സന്തോഷമായിരുന്നോ? അപ്പന്റെ കരം വിട്ടുപോയപ്പോൾ അതെല്ലാം അവന് വേണ്ട. അവന് എന്ത് മതി? അപ്പനെ മതി. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുക, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഈ വലത് കൈയിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. ഈ ധ്യാനം നമുക്ക് പകർന്നു തരുന്നത് അപ്പന്റെ കരം പിടിക്കുവാനുള്ള വഴിയാണ്. ഹല്ലേലൂയ. അപ്പനെ തിരിച്ചറിയുവാനുള്ള നിമിഷമാണ്. ഹല്ലേലൂയ. അപ്പന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് യഥാർത്ഥമായ സന്തോഷം അപ്പന്റെ കരം പിടിക്കുന്നതാ. നമ്മുടെ കുടുംബജീവിതത്തിൽ അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം നയിച്ചാൽ നമ്മുടെ കുടുംബം എന്തായി മാറും? അനുഗ്രഹമായി സന്തോഷമായി മാറും. ഹല്ലേലൂയ. നമ്മൾ അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ പഠന മേഖലകളിൽ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് എന്തായി മാറും? അനുഗ്രഹമായി മാറും. അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ കുടുംബം അനുഗ്രഹമായി മാറും. അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ജോലി മേഖലകളിൽ യാത്ര ചെയ്താൽ ആ ജോലി മേഖലകൾ എന്തായി മാറും? അനുഗ്രഹമായി മാറും. അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം എന്തായി മാറും? അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പന്റെ കരം പിടിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പന്റെ കരത്തിൽ നിന്ന് ഓടിയകന്നാൽ നമുക്ക് ദുഃഖമാണ്. നമ്മുടെ മനസ്സിന് നിരാശയുണ്ടാകും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. അപ്പന്റെ കരം പിടിച്ചാൽ ഏതവസ്ഥയിലും നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയും. പരിശുദ്ധി അമ്മ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കും, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പന്റെ കരം പിടിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹത്തെ പിടിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അപ്പന്റെ കരം നമ്മൾ പിടിക്കണം. അപ്പന്റെ കരം വിട്ടോടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കരത്തെ മുറുകെ പിടിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പന്റെ കരം പിടിക്കണം പ്രിയപ്പെട്ടവരെ. എവിടെയാണ് അപ്പന്റെ കരം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? ആ കരത്തോട് ചേർത്ത് പിടിക്കാൻ, ആ കരം ചേർത്ത് പിടിക്കുവാനുള്ള അവസരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അവിടുന്ന് നമ്മോട് ചേർന്ന് നിൽക്കുന്നത് പോലെ നാം അവിടുത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനാണ് ദൈവം ഈ വചനാഭിഷേക ധ്യാനത്തിൽ നമ്മെ
ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര നമുക്ക് അനുഗ്രഹമാക്കി മാറ്റണം. നമ്മുടെ കുടുംബം അനുഗ്രഹമായി മാറ്റണം, ബദലായി മാറണം, അനുഗ്രഹത്തിന്റെ ഭവനമായി മാറണം. ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോകുകയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഇന്ന് വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നമ്മൾ കടന്നു ചെന്നാലും ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ സ്നേഹമില്ല, വെറുപ്പും വിദ്വേഷവും പരസ്പരം മനസ്സിലാക്കാതെ ഭിന്നതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതാ. ദൈവത്തിന്റെ കരം പിടിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്. ദൈവസ്നേഹം ഒരുവന്റെ ഉള്ളിൽ കടന്നു വന്നാൽ അവൻ ഭാര്യയെ സ്നേഹിക്കും, ഭർത്താവിനെ സ്നേഹിക്കും. അങ്ങനെ സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ സാധിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് വിശ്വാസമില്ല. ഇന്ന് യുവജനങ്ങളെല്ലാം പല പല തിന്മയുടെ ബന്ധനങ്ങളിലാണ് കടന്നു പോകുന്നത്. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി, പല തെറ്റായ ബന്ധങ്ങൾ, ഇങ്ങനെ ലോകത്തിൻ്റെതായ വ്യഗ്രതകളിലാണ് നമ്മുടെ മക്കളും യുവജനങ്ങളും ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. കാരണം ദൈവഭയമില്ല, ദൈവസ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ നമ്മുടെ കുടുംബം നിറയണം. നമ്മുടെ കുടുംബത്തിൽ ദൈവസ്നേഹം ഉണ്ടാകണം. ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി നമ്മൾ രൂപാന്തരപ്പെടണം. അതിനായി ദൈവം ഈ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊന്നിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. അതെല്ലാം താൽക്കാലികമാണ്, അതെല്ലാം നമ്മെ വിട്ടുപിരിയും. എന്നാൽ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിലെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആനന്ദിച്ചു വേണം നമ്മൾ ജീവിക്കാൻ. ദൈവത്തിൽ സന്തോഷം കണ്ടെത്തി വേണം നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളിലും ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലേക്ക് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്ന ലൂക്കാസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അന്ധയാചകനായ മനുഷ്യൻ വഴിയിലരികിൽ നിന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുക. ഈശോ കടന്നു പോകുമ്പോൾ അവൻ വിളിക്കുക, ദാവീദിന്റെ പുത്ര, പാപിയായ എന്റെ മേൽ കനിയണമേ എന്ന്. അവന്റെ നിലവിളി ആര് കേട്ടു? യേശു കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ പ്രത്യാശയാണ്. ഏതവസ്ഥയിലും നമ്മൾ വിളിച്ചാൽ വിളിയേൽക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹാഗാർ മരുഭൂമിയിൽ നിലവിളിച്ചപ്പോൾ ആ നിലവിളി ആരുടെ സന്നിധിയിലെത്തി? അന്ധൻ വിളിച്ചപ്പോൾ ആ നിലവിളി ആരുടെ സന്നിധിയിലെത്തി? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടതയിൽ നമ്മൾ വിളിച്ചാൽ വിളിയേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ജെറമിയ 33:3 പറയുക, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. നിന്റെ ബുദ്ധിക്ക് അധികവും നിഗൂഢവും ബഹുദൂരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരാണെങ്കിൽ നമ്മുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കും? ഹല്ലേലൂയ. ആ ദൈവം കൈവിടുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 18 പറയുക, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നിലവിളി എവിടെയെത്തി? ദൈവത്തിന്റെ കാതുകളിലെത്തി. സങ്കീർത്തനം 18 പറയും, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. ആലയത്തിൽ നിന്ന് അവിടുത്തെ എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഹല്ലേലൂയ. നമ്മൾ നിലവിളിക്കുമ്പോൾ ആര് കേൾക്കും? കർത്താവ് കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിലവിളിച്ചാൽ ആര് കേൾക്കും? ഹല്ലേലൂയ. അന്ധൻ നിലവിളിച്ചപ്പോൾ ആര് കേട്ടു? ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് ദാനിയേൽ പുസ്തകത്തിൽ സൂസന്ന, യവാക്യമിന്റെ ഭാര്യയായ സൂസന്ന, ദൈവഭക്തിയിൽ വളർന്ന പെൺകുട്ടി. ഒരു പ്രതികൂലങ്ങളുണ്ട്. ന്യായാധിപന്മാർ പാപം ചെയ്യാൻ നിർബന്ധിച്ചു, പാപം ചെയ്തില്ല. അവർ
ചെയ്തവള്? അവൾ നിലവിളിച്ചു, ദൈവമേ, സർവശക്തനായ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ നിലവിളി ആരുടെ കാതുകളിൽ എത്തി? ദൈവത്തിന്റെ കാതുകളിലെത്തി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദാനിയേൽ എന്ന് പറഞ്ഞ പ്രവാചകനെ ദൈവം ഉണർത്തി. എന്നിട്ട് ആ പ്രതികൂലത്തിലേക്ക് അയച്ചു. ദാനിയേൽ വന്നിട്ട് ആ ന്യായാധിപന്മാരെ വിചാരണ ചെയ്ത് അവരോട് ചോദിക്കുന്നുണ്ട്, അവൾ എവിടെ വെച്ചാണ് പാപം ചെയ്തത്? രണ്ടുപേരും രണ്ടുത്തരമാ പറഞ്ഞത്. ഒരാൾ പറഞ്ഞു കരിവേലകത്തിന്റെയും, ഒരാൾ പറഞ്ഞു കരിയാമ്പൂവിന്റെയും ചൂട്ടിൽ വെച്ചാണ്. അപ്പോൾ അവര് തെറ്റാണ്, കള്ളമാണ് പറഞ്ഞതെന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെ അവിടെ ശിക്ഷയ്ക്ക് വിധിക്കുക. ഹല്ലേലൂയ! ആ സുസന്നയുടെ നിലവിളി എവിടെ കേട്ട്? ദൈവസന്നിധി. ഹല്ലേലൂയ! നമ്മൾ നിലവിളിച്ചാൽ ആര് കേൾക്കും? ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യന്റെ നിലവിളി ആര് കേൾക്കും? അവർക്ക് ആര് ഉത്തരം നൽകും? ദൈവം ഉത്തരം നൽകും. ഹല്ലേലൂയ! അല്ലേ? നിയമാവർത്തനം 4:7 പറയുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്ത് വസിക്കുന്ന ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഒരു അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ! ഹല്ലേലൂയ! എല്ലാവരും കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ് അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ! ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ! ഹല്ലേലൂയ! നമ്മൾ നിലവിളിച്ചാൽ ആര് കേൾക്കും? ദൈവം കേൾക്കും. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആനന്ദിക്കണം. ദൈവത്തിൽ ആനന്ദിച്ചാൽ നമ്മുടെ നിലവിളി ആര് കേൾക്കും? ഹല്ലേലൂയ! ദൈവത്തിൽ ആനന്ദിക്കുവാൻ, ദൈവത്തിന്റെ കരം പിടിക്കുവാൻ ദൈവം നമ്മളെ ഈ ആലയത്തിലേക്ക്, ഈ വിശുദ്ധ മണ്ണിലേക്ക് നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ഈ നിലവിളി കേൾക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ പരിപൂർണമായിട്ടും നമ്മൾ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ! ഏതവസ്ഥയിലും ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! എനിക്കറിയാവുന്ന ആലുവായില് ഉള്ള ഒരു പെൺകുട്ടിയുണ്ട്, ജിൻസി എന്ന് പറയുന്ന സഹോദരിയാണ്. ഇവിടെ ബ്രദർ പറഞ്ഞു കരുണയുടെ ജപമാല ചൊല്ലി എല്ലാ ദിവസവും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മകളാണ്. ആ മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ചെറിയ പനി വന്നു, കാല് താഴ്ന്നുപോയി. ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയി. മാതാപിതാക്കള് മരിച്ചുപോയി, സഹോദരങ്ങളുണ്ട്. പക്ഷേ വിവാഹ ജീവിതത്തിലേക്കോ പഠനത്തിലേക്കോ ഒന്നും പ്രവേശിക്കാൻ പറ്റിയില്ല. പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്തു. പല ധ്യാന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി. സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് പലരും വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ സൗഖ്യം കിട്ടിയില്ല. ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി. അപ്പോൾ ആ മകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം ആ മകളുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. ദൈവം ആ മകളുടെ ജീവിതത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ആ മകൾ ആയിരിക്കുന്ന അവസ്ഥയെ ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവകരങ്ങളിൽ ആ സഹനത്തെ ഏറ്റെടുത്തു. അപ്പോൾ ആ സഹനം കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി. ഇന്ന് ആ മകള് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റിലും അതുപോലെ പല മേഖലകളിലും പാട്ടുപാടുകയും ശുശ്രൂഷയും ചെയ്യുക. കർത്താവിൽ ആനന്ദം കണ്ടെത്തിയപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ മകൾക്ക് പുറത്തു കടന്നു വരാൻ പറ്റി. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ വേദനകളെ ഓർത്ത്, നമ്മുടെ ചെറിയ രോഗങ്ങളെ ഓർത്ത്, കടബാധ്യതയെ ഓർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട വ്യക്തിയല്ല, നമ്മൾ തകർന്നു പോകേണ്ട വ്യക്തിയല്ല. ദൈവത്തിന്റെ കരം പിടിച്ച് ദൈവത്തിൽ ആനന്ദിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. ചങ്ങനാശ്ശേരിയിലുള്ള അനിത്യ എന്ന് പറയുന്ന ഒരു മകള് കുറെ നാൾക്ക് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് കടന്നു പോകുന്നത്, എന്താണെന്ന് ചോദിച്ചു. ആ മകളുടെ അമ്മായിപ്പനും അമ്മായിമ്മയും അയൽവക്കത്ത് പോയി ജോലി ചെയ്യുന്നവരാണ്. അവര് കുറച്ച് സ്വർണം അടുത്തുനിന്ന് എടുത്തു, പോയ വീട്ടിൽ നിന്ന് എടുത്തു. അത് പോലീസിൽ കേസ് കൊടുത്തു. പോലീസ് വന്ന് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവര് പറഞ്ഞു, ഞാൻ മോനും മരുമോളൊക്കെ ആയത് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് കൊടുത്തിട്ടില്ല. അവരൊരുപാട് വേദനിച്ചിട്ട് അവരില്ലാത്ത കാശുണ്ടാക്കി ഈ സ്വർണ്ണം മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ഈ അമ്മായിപ്പനോടും അമ്മായിമ്മയോടും ഈ മകൾക്ക് ഭയങ്കര വെറുപ്പാണ്. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു ഞാൻ പറഞ്ഞു, ഈ പ്രതികൂലങ്ങളിൽ നിങ്ങളെ നയിക്കാനൊരു ദൈവമുണ്ട്. ആ മകളത്തിനെ പറഞ്ഞു, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ചേട്ടായി. കാരണം എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ
പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റിയില്ല, ഭയങ്കര പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറയില്ല, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് അവസ്ഥയിലും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാൻ മോളെ എന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കർത്താവ് ആ മകളിൽ ഇടപെട്ടു. ആ മകൾ അമ്മായിപ്പനോട് ക്ഷമിക്കാൻ തയ്യാറായി, അമ്മായിപ്പനോട് സംസാരിച്ചു. അമ്മായിപ്പൻ ഈ മകളുടെ കാലേ വീണ് മാപ്പ് ചോദിച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്റെ വാർദ്ധക്യവ, നിങ്ങൾ അതിനെ നോക്കണേ. അവിടെ ലഭ്യതയുണ്ടായി. ആ മകൾക്ക് കർത്താവ് ജോലി നൽകി. അവിടുന്ന് പല മേഖലകളിൽ അനുഗ്രഹമാക്കി മാറ്റി. അവര് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരുന്നവരെ കൂട്ടായ്മക്കാർ വന്ന് കണ്ട് സംസാരിച്ച് അവർ കൂട്ടായ്മയ്ക്ക് പോകാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. അവരുടെ പ്രതികൂലങ്ങളില് ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഏത് പ്രശ്നങ്ങളിലും ഏത് പ്രതിസന്ധിയിലും നമ്മൾ വിളിച്ചാൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ വേദനകളിൽ കടന്നു വരാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമുണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആനന്ദിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തില് 3 യുവാക്കന്മാരെ കത്തുന്ന തീച്ചുളയിലേക്ക് ദൈവത്തെ ആരാധിച്ചതിന്റെ പേരിൽ, ദൈവത്തെ നിന്നതിന്റെ പേരിൽ അവരിടാൻ കൊണ്ടുപോകുമ്പോൾ ആ യുവാക്കന്മാർ പറയുന്നുണ്ട്, ഈ അഗ്നിയിൽ ഞങ്ങളെ ഇട്ടാലും ഞങ്ങൾ ദൈവത്തെ തള്ളി പറയത്തില്ല. ദൈവം ഇതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ ശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും ഞങ്ങൾ ദൈവത്തെ തള്ളി പറയത്തില്ല എന്ന്. കണ്ടോ, ഏതവസ്ഥയിലും അവർ ദൈവത്തെ മഹത്വം കൊടുത്തു, ദൈവത്തെ ആരാധന കൊടുത്തു. ആ കത്തുന്ന തീച്ചുളയിൽ നിന്ന് അവരെ സംരക്ഷിച്ച അതേ ദൈവം നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ പരിപാലിക്കുവാൻ മതിയായവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തേ. ഈശോ പറയുന്നില്ലേ, നിങ്ങളുടെ ഉൾക്കടകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന്. ദൈവം നമ്മളെ കാണുന്നുണ്ട്. നമ്മളോർക്കും ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, ആരും നമ്മുടെ കൂടെയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കത്തില്ലേ? എന്നാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഒറ്റപ്പെടലിൽ ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിന് വിട്ടുകൊടുത്താൽ, നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം, അതായത് ഫാരിയൽ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഡെയിലി വേഴ്സ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ടീച്ചർ പറഞ്ഞ, ഈ പ്രാവശ്യം ഞാൻ വിജയപുരം രൂപതക്കാരനാണ്, ആ രൂപതയിൽ ചെന്നിട്ട് അവിടെ അച്ഛനോട് സംസാരിച്ചിട്ട് ജോലിയുടെ കാര്യങ്ങൾ, സ്ഥിരം പോസ്റ്റിന്റെ കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരുന്നില്ല, പുള്ളിക്കാർ ഞാൻ വരുന്നില്ല, ടീച്ചർ വേണേൽ പൊക്കോളാൻ പറഞ്ഞു. ആ ടീച്ചർ ചെന്നപ്പോൾ ആ ടീച്ചറിനെ അവിടെ വഴക്കും. പക്ഷേ ഞങ്ങൾ പോയില്ല. പക്ഷേ നമ്മൾ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ മൗണ്ട് കാർമൽ സ്കൂളിൽ ഈ പ്രാവശ്യം UP സ്കൂൾ ടീച്ചറായിട്ട് സ്ഥിരം പോസ്റ്റും കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആനന്ദിച്ചാൽ മതി. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ മതി. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ. 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 ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സഹനങ്ങളിലൂടെ, ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഓരോ മേഖലകളിലും ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് നയിക്കുന്ന അനുഭവമാണ് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല മേഖലകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആനന്ദം നമ്മുടെ രക്ഷകനായ ദൈവത്തിൽ, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏത് പ്രതിസന്ധിയിലും ഒരിക്കലും അവിടുന്ന് നമ്മളെ കൈവിടത്തില്ല. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഒന്ന് കരങ്ങൾ ഒന്ന് പിടിച്ചു പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ശക്തനായ ദൈവം നമുക്കുണ്ട്.
കുമ്പസാരിക്കുമ്പോഴാണ് കൂടുതൽ കൃപ കിട്ടുന്നത്. ഒരു ധ്യാനത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കുമ്പസാരക്കൂടാണ്. നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം അല്ലെ? ജോഷുവ 3:5 പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ കർത്താവ് നാളെ അത്ഭുതങ്ങൾ തുടങ്ങും. നാളെയല്ല, ഇന്ന് നമ്മൾ വിശദീകരിച്ചാൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ കൃപ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ! ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ! ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല. നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ, നമ്മുടെ അവസ്ഥകൾ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്താൽ, നമ്മുടെ പാപാവസ്ഥകൾ ഏറ്റുപറഞ്ഞാൽ, നമ്മൾ വിശദീകരിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ കൃപ നമുക്ക് കാണാൻ സാധിക്കും. സക്കീയൂസ് തന്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തപ്പോൾ ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു വന്നു. ഈശോ ജെറീക്കോയിലൂടെ പോയപ്പോൾ അന്ധനായ മനുഷ്യൻ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ പുറംകുപ്പായം വലിച്ചെറിഞ്ഞപ്പോൾ അവന് സൗഖ്യം കിട്ടി. ആരെല്ലാം ഈശോയുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ടോ അവരെ തന്നെ വിശദീകരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും അഭിഷേകവും നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിലും സുഭാഷിത പുസ്തകത്തിലും ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകുകയില്ല, അത് ഏറ്റുപറയുന്നവന് കർത്താവിൽ നിന്ന് കരുണ കിട്ടും. നമ്മളെ തന്നെ ശുദ്ധീകരിച്ചാൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, നമ്മിൽ സത്യമില്ലെന്നും വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പാപാവസ്ഥകൾ നമ്മൾ ഏറ്റുപറഞ്ഞ് വിശദീകരിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ! 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 നമ്മളെ തന്നെ കണ്ടെത്താൻ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ, നമ്മളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവ് നമ്മളെ പ്രത്യേകമായി വചനാഭിഷേക ധ്യാനത്തിലേക്ക് വിളിച്ചിരിക്കുക. ഇനിയുള്ള നിമിഷങ്ങൾ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്, കൃപയുടെ നിമിഷങ്ങളാണ്. കുമ്പസാരക്കൂട്ടിൽ പിതാവിന്റെ മുൻപിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ വിശദീകരിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും, കൂടുതൽ കൃപയുണ്ടാകും. നമ്മൾ കാണുന്നുണ്ട്, കുരിശുചോട്ടിൽ വെച്ച് ആ നല്ല കാലൻ എന്ന് പറയുന്നവൻ അവൻ ദൈവത്തിന്റെ മുൻപിൽ തന്റെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞപ്പോൾ, തന്റെ കുറവുകൾ വിട്ടുകൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലായിരിക്കും. കണ്ടോ, കർത്താവ് അവന് കൃപ കൊടുക്കുകയാണ്. നമ്മളെ തന്നെ വിശദീകരിച്ചാൽ കൃപയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമുണ്ടാകും. നമ്മുടെ കുടുംബജീവിതവും വ്യക്തിപരമായ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. എത്രയോ വ്യക്തികൾ കുമ്പസാരം കഴിഞ്ഞ് ഈ ധ്യാനം കൂടി കടന്നുപോയിട്ട് അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുന്നത്. നമ്മൾ ഒരു പാപങ്ങളും മറച്ചു വയ്ക്കരുത്. എല്ലാ പാപങ്ങളും വൈദികരിലല്ല, അവിടെ യേശുവാണ് ഇരിക്കുന്നത്. ആ മനോഭാവത്തിൽ ഈശോയുടെ മുൻപിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ വിശദീകരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മെ തന്നെ ദൈവജനങ്ങളിലേക്ക് ഈ സമയം നമുക്ക് സമർപ്പിക്കാം, നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ഒന്ന് കരങ്ങളൊന്ന് ത്യാഗത്തോടെ ഉയർത്തിപ്പിടിക്കാവോ? കുറച്ച് ത്യാഗത്തോടെ ഈശോയുടെ മുൻപിൽ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മോനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോളുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുക, യാത്ര ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. എന്നാലും അവള് നമ്മളെ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നമ്മുടെ നേരെ കരം നീട്ടിയാൽ എത്ര നല്ല വസ്ത്രമിട്ടെങ്കിലും ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാതെ നമ്മൾ കടന്നു പോകുന്നത് ഇല്ല. നമ്മൾ എത്രമാത്രം ഭാവാവസ്ഥയിലാണെങ്കിലും, എത്രമാത്രം തകർന്നുപോയ അവസ്ഥയിലാണെങ്കിലും
സ്വർഗീയ പിതാവ് നമ്മളെ കരം പിടിച്ച് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ കുമ്പസാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയും നമ്മുടെ മനസ്സിൽ വെറുപ്പ് കാണും, പാവത്തിൻ്റെതായ അവസ്ഥകൾ കാണും. എങ്കിലും നമ്മളെ വിശദീകരിക്കാൻ, അവൻ്റെ രക്തത്താൽ കഴുകപ്പെടാൻ അവൻ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് കുമ്പസാരം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തി നിലവിളിച്ചാൽ ഈശോ ഇറങ്ങി വരും. കണ്ണുനീര് കാണും. പിതാവേ, ഞങ്ങളും കർത്താവേ കരുണയായിരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മേലൊന്ന് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളൊന്ന് ഓർത്ത് നല്ലൊരു കുമ്പസാരിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വേദനകളെയും എല്ലാ ഭാരങ്ങളെയും ഈശോയുടെ മുൻപിലേക്ക് ഒന്ന് സമർപ്പിച്ച് കണ്ണുനീരിനെ ഒന്ന് വിട്ടുകൊടുത്തി, ആകുലതകളെ ഒന്ന് വിട്ടുകൊടുത്തി, ത്യാഗത്തോടൊന്ന് കരങ്ങളൊന്ന് ഉയർത്തിക്കേ. ഈശോയെ ഒന്ന് മനസ്സ് തുറക്കാവോ? നമ്മുടെ പ്രശ്നങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാവോ? നമ്മുടെ ആകുലതകളെ ഒന്ന് വിട്ടുകൊടുക്കാവോ? നമ്മുടെ രോഗങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാവോ? ഈശോ ഏറ്റെടുക്കട്ടെ. അവന്റെ ശരണങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53:5 അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കട്ടെ. രോഗങ്ങളെടുത്ത് നിങ്ങളുടെ കരങ്ങൾ വയ്ക്ക്. ഈശോയെ നിങ്ങൾ വിളിച്ച്, അന്തൻ വിളിച്ചതുപോലെ വിളിച്ച്, കടഭാരങ്ങളിലേക്ക് ഒന്ന് വിളിച്ച്, ആകുലതകളിലേക്ക് ഒന്ന് വിളിച്ച്, നൊമ്പരങ്ങളിലേക്ക് ഒന്ന് വിളിച്ച്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, അതിരം തുറന്നൊന്ന് സ്തുതിച്ച്, ഉറക്കെ ഒന്ന് നിലവിളിച്ച്, ഒന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ശബ്ദം പൊട്ടി ഒന്ന് വിളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, കർത്താവേ, കർത്താവേ, നിങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, നിന്റെ കരുണ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച്, ആഗ്രഹത്തോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ.